ആദ്യം ബിഗ് ബോസിൽ നിന്ന് എവിക്ട് ചെയ്ത് കളയേണ്ടത് ബിഗ് ബോസിന്റെ സെലക്ഷൻ ടീമിനെയാണ്. കാരണം ഇമാതിരിയുള്ള അപരാധങ്ങളെയൊക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് എത്രയോ സ്റ്റെപ്പ് ഇന്റർവ്യൂ ഒക്കെ ഇതിനുണ്ടെന്ന് പറയുന്നത്. എന്ത് തേങ്ങയാണ് അവന്മാര് ചെയ്തതെന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. ഫസ്റ്റ് പുറത്താക്കേണ്ടത് ബിഗ് ബോസിന്റെ ആ ഒരു എന്താ പറയാ അവരെ സെലക്ട് ചെയ്യുന്ന ടീമിനെ. രണ്ടാമത് അവർ റിമൂവ് ചെയ്ത് കളയേണ്ടത് അവരുടെ ആ ഒരു ഇന്റർവ്യൂ പാനലിന്. മൂന്നാമത് എടുത്ത് കളയേണ്ട ബിഗ് ബോസിനെ തന്നെ. കാരണം പാവം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ കിടന്ന് അനുഭവിക്കുന്ന അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കുന്നുണ്ടോ? ഇവിടെ തിന്ന അടി, പെടുത്ത അടി, ഇവിടെ വൃത്തിയില്ലാതിരുന്ന അടി. ഇപ്പൊ കണ്ട മറ്റേ അലിമ്പ് പരിപാടിക്കും ബിഗ് ബോസിന് തെളിവുകൾ കണ്ടുപിടിക്കണം. യവനൊക്കെ അവിടെ കാണിക്കുന്ന കാട്ടവരാതങ്ങൾക്ക് ബിഗ് ബോസിന് ഇതിന്റെയൊക്കെ തെളിവും തേടി നടക്കണം. എന്തൊരവസ്ഥയാണ് ആ മനുഷ്യന്. ആ മനുഷ്യൻ പുറത്താക്കണമല്ല, ആ മനുഷ്യൻ സ്വയം കിറ്റ് ചെയ്ത് പോകുന്ന സാഹചര്യത്തിലേക്കാണ് സീസൺ 7 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അമ്മ അതിൽ തേഞ്ഞൊട്ടിയ കാട്ടവരാധങ്ങളാണ് ഈ സീസണിൽ വന്ന് കയറിയിട്ടുള്ളത്. ഒട്ടും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ സീസണെ അമ്മാതിരി മലിമസപ്പെടുത്തുന്ന ഈ മത്സരാർത്ഥികൾ, ഈ വൈൽഡ് കാർഡ് വരുമ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിരുന്നു. നല്ല വൈൽഡ് കാർഡുകൾ വരുമെന്ന്. ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി കുത്തിത്തിരിപ്പും അടിയും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നു കയറിയ ഒരു വൈൽഡ് കാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതുവരെയുള്ള 2 എപ്പിസോഡിൽ നിന്ന്. ബിഗ് ബോസ് സീസൺ കാണുന്നവർ അതിനകത്തൊരു നിയമം ഉണ്ടായിരുന്നു, പുറത്തുള്ള കാര്യങ്ങൾ അകത്തു എന്ന് പറയല്. അത് ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനമാണെന്ന് കേട്ടറിവാണ്. എനിക്കറിയില്ല ഇനി അങ്ങനെയൊക്കെ ഉണ്ടോ ഈ സീസണിൽ. ഈ സീസൺ 7ന്റെ പണിയായതുകൊണ്ട് ആ പണികളെല്ലാം തന്നെ പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും സീസൺ എടുക്കുന്നുണ്ടോ എന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു നിയമം ഹൗസിനകത്ത് ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള നിയമലംഘനമാണ് ജിഷിനും അതുപോലെ തന്നെ ഈ പറയുന്ന മസ്താനിയോടെ നടത്തിയിട്ടുള്ളത്. കാരണം പുറത്ത് ജനം ഇത്തരത്തിലൊരു വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന അനുമോളെ തിരികൊളുത്തി വിട്ടതും ഇതിനെ പ്രേരിപ്പിച്ചതും ഈ പറയുന്ന മസ്താനി എന്ന് പറയുന്ന മത്സരാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് ഈ പറയുന്ന മസ്താനിക്കെതിരെയാണ്. രണ്ടാമത് ആക്ഷൻ എടുക്കേണ്ടത് പുതപ്പിനടിയിൽ എന്താണ് നടക്കുന്നത്, എന്തെങ്കിലും നടന്നോട്ടെ, അത് അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇവരിപ്പം പുറത്തുള്ള ഒരു തരം രണ്ട് തരം ആളുകളുണ്ട്. അതായത് അതിനകത്ത് ഇന്നൊരു മത്സരാർത്ഥിനെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, അത് സത്യകാര്യമാണ്. അമ്മയെ തല്ലിയാൽ 2 അഭിപ്രായമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നിന്നിട്ട് ഇനിയിപ്പോ അവരോട് ഉമ്മ കൊടുത്തെന്നുണ്ടെങ്കിൽ ഉമ്മ അവര് വെച്ചു, ഓക്കെ, എന്താ അവർക്ക് ഉമ്മ വെച്ചുകൂടെ? നാട്ടിൽ ഉമ്മ വെക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയും എല്ലാവർക്കും ഉണ്ട്. ഇവിടെ വേറൊരു കൂട്ടരുണ്ട്, ഇതൊരു കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയല്ലേ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ റിമോട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് ഓഫ് ചെയ്യാം, പ്രേക്ഷകന് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരുത്തന്നെ നമ്മളെ വീട്ടിൽ വന്നിട്ട് നീ ബിഗ് ബോസ് കാണുക എന്ന് പറയത്തില്ല. കുടുംബ പ്രേക്ഷകർ ഇത് കിറ്റ് ചെയ്യണം. കാരണം കുടുംബ പ്രേക്ഷകർ ഈ പരിപാടി കാണണ്ട. ഇത് ജെൻ സെക്ടറിനെയും അതുപോലെ തന്നെ പുതിയ ട്രെൻഡിങ് വൈബ് പിള്ളേരെയും വെച്ചുള്ള ഒരു സംഭവത്തിലാണ് 7ന്റെ പണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എന്തോ ആയിക്കോട്ടെ, വാട്ട പറിച്ച്, അത് അവരുടെ ഇഷ്ടം. ആര് കാണണം ആര് കാണണ്ട എന്നുള്ള കൺസേൺ ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ആരുടെ വീട്ടിൽ ഈ പരിപാടി വെക്കണം, ആരുടെ വീട്ടിൽ ഈ പരിപാടി വെക്കണ്ട എന്നുള്ളത് കാണുന്നവന്റെ അവകാശമാണ്. അതൊന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യേണ്ട. അവന്റെ കൺസേൺ എടുത്തിട്ട് ഇവിടെ വന്നൊരുത്തനും വന്ന് ഡയലോഗ് അടിക്കേണ്ട ആവശ്യവും ഇല്ല എന്നാണ് എന്റെ ഒരു പക്ഷം. അവർ ഉമ്മ വെച്ചാലും അവരിന് ഉമ്മ വെച്ചില്ലെങ്കിലും ഇതൊന്നുമല്ല കണ്ടന്റ്, ഇതൊന്നുമല്ല വിഷയം. ഈ വിഷയം കിട്ടിയപ്പോൾ അവരെ കാക്കക്കൂട്ടി കല്ലിട്ടതുപോലെ ഡെമോൺസ്ട്രേഷൻ. ഈ വിഷയത്തിൽ കുലിസിതത്തിനകത്തൊരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഭീകരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പണ്ട് സേതുരാമയ്യർ CBI കണ്ടപ്പോൾ ഡെമ്മി ഇട്ടുള്ള ആ ഒരു പരിപാടി, ആ ഡെമ്മി പരിപാടി 90കളിൽ ജനിച്ച ആളുകൾക്ക് ഭയങ്കര ഏറെ ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു. കാരണം നമ്മൾ CBI വരുമ്പോൾ ഈ എന്തെങ്കിലും ഡെമ്മി പരിപാടി ഉണ്ടാവുന്ന എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഒരു കുലിസത്തിനെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കുന്ന ഒരു എന്തൊക്കെ പേക്കൂത്തുകളാണ് കാണിക്കുന്നത് ഒരു പരിപാടിയും വ്യക്തമാവുന്നില്ല. മുഴുവൻ സീസണിൽ നിന്നും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് തവണ പറഞ്ഞു മടുത്തൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഒരുപാട് തവണ പറഞ്ഞു ഈ ഒരു കാര്യം. കാരണം ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മോശമായ, നിലവാരമില്ലാത്ത മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ഈ സീസണിൽ തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട് നടക്കുന്ന അനീഷിനെ പോലുള്ള ആളുകളെ സത്യം പറഞ്ഞാൽ ജനം ഈ സമയത്ത് സപ്പോർട്ട് ചെയ്യണം. എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം എനിക്ക് അനീഷിനോട് അല്പം താല്പര്യം ഉണ്ടെന്ന് കരുതിക്കോ. എനിക്ക് അനീഷിനോട് എത്തിപ്പോരാൻ താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. കാരണം അവിടെ ഒരു ഗ്രൂപ്പിലും ചെന്നപ്പെടുന്നില്ല ഈ വിഷയത്തിനകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇമ്മാതിരി അളിഞ്ഞ വിഷയം വന്നപ്പോ അനീഷിന്റെ ഒരു ശബ്ദം പോലും അവിടെ പൊങ്ങുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇനി അത് ഏഷ്യനെറ്റ് കാണിക്കാത്തതാണോ? ഞാൻ എപ്പിസോഡാണ് കണ്ടത്, ലൈവിൽ കുറച്ച് സമയം കാണാൻ. കാരണം ഇമ്മാതിരി അടി കണ്ട് എനിക്ക് വട്ടാവണല്ലാതെ വെറുതെ എന്റെ സമയം കളയുമെന്നല്ലാണ്ട് ഞാൻ ആ ലൈവ് ഒന്നും ഒരുപാട് കാണാൻ നിന്നില്ല. പക്ഷെ എപ്പിസോഡിൽ ഞാനത് കണ്ടു. സോ അപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടപരാധം. അമ്മ അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അമ്മ അതിലൊരു പരിപാടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പാവം ലാലേട്ടൻ
പുള്ളിയുടെ എപ്പിസോഡിൽ വരുമ്പോ ഈ അപരാധമാണല്ലോ എടുത്തു വെച്ച് ചർച്ച ചെയ്യേണ്ടതെന്ന് ഓർക്കുമ്പോ ആ മനുഷ്യൻ ഓർക്കുമ്പോഴും ഇപ്പൊ എനിക്കൊരു വിഷമം തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെയാണോ വിഷയം എന്നുള്ളത് ഒരു സംശയം. അവന്റെ ഇഷ്ടത്തിന് അവരുടെ പേഴ്സണൽ സ്പേസിൽ അവരെന്ത് കാണിക്കുന്നത്? ഇവിടെ എന്തിനാണ് ഈ പറയുന്ന ഒളിക്യാമറ വെച്ച് മറ്റുള്ള ആളുകൾ ചികഞ്ഞു പിടിക്കുന്നത്? അല്ല, ഈ പറയുന്ന അനു എന്ന് പറയുന്ന ആള് പൊതുവെ അവിടെ ഒരു CID ആണെന്നുള്ള ഒരു പേര് കിട്ടിയത് കൊണ്ട് അവിടെ ഇനി ഈ പറയുന്ന ജിസയിൽ മേക്കപ്പ് ഇട്ടോന്ന് നടന്നിട്ട് അവിടെ ഒരു പണിഷ്മെന്റ് കിട്ടിയപ്പം ജയിലിലാണ് എല്ലാ വീക്കിലും 2 hours വെച്ചിട്ട്, ഈ വീക്കില് ഓരോ ദിവസം 2 മണിക്കൂർ വെച്ചിട്ട്. ഇപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പരിപാടിയാണ് അവരുടെ കുൽസിതം കണ്ടുപിടിച്ചു എന്നുള്ള പരിപാടിയായിട്ട് വന്നിട്ടുള്ളത്. എന്താണ് അനു നീ കാണിക്കുന്നത്? ഒരുപാട് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അനുവിനെ കുറിച്ച്, ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അനു കുടുംബ പ്രേക്ഷകരുടെ ഒരാളാണ്, വ്യക്താവാണ്. ഇതൊരു തള്ള വൈബെന്ന് ഇങ്ങനെ പറയാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ഗെയിം കളിച്ച് പോവാ. ഇതൊന്നുമല്ല ടോപ്പിക്കും, ഇതൊന്നുമല്ല കണ്ടന്റ് എന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വളരെ മോശമായി പോയി നിങ്ങൾ എടുത്ത ആ ഒരു സ്റ്റാൻഡും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ കാണിച്ച രീതിയും വളരെ മോശമായി പോയി. ശൈത്യ എന്ന് പറയുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരി പോയും, അതായത് ശൈത്യ കൂട്ടുകാരിയല്ലെന്ന് പുറത്തുള്ള ആളുകൾ അറിയാം. രണ്ടാമത്തെ നിയമലംഘനം മസ്താനി നടത്തിയിട്ടുള്ളത് ശൈത്യയെ കുറിച്ചുള്ള ഒരു അവയർനെസ് അനുവിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. മസ്താനി പറയുന്നുണ്ട് ശൈത്യം നേരത്തെ നിറം മാറിയ ഓന്താണെന്ന്. ആ വിവരവും അനുവിലേക്ക് മസ്താനി പുറത്തെ കാര്യം എത്തിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ പുറത്താക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഗുരുതരമായിട്ടുള്ള നിയമലംഘനം ഒരുപാട് തവണ ആവർത്തിച്ച മസ്താനിയെ തീർച്ചയായിട്ടും പുറത്താക്കണമെന്ന് തന്നെയാണ് എന്റെ ഒരു പക്ഷം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ആര്യൻ എന്ന് പറയുന്ന അവൻ പുണ്യാളനല്ല. അവൻ വലിയ പുണ്യാളൻ ചമഞ്ഞ് കരയുന്നതൊക്കെ കണ്ടു. അവന്റെ കരച്ചിൽ നാടകമാണെന്നും അതവന്റെ തന്ത്രമാണെന്നും ഇവിടുത്തെ സാധാരണക്കാർക്കറിയാം. ഇത്രയും നാൾ അനു കരഞ്ഞപ്പോൾ അവിടെ അത് കരച്ചിൽ നാടകവും, മറ്റേ ടീം ഒന്ന് കരഞ്ഞപ്പോൾ ഇതൊക്കെ അവരുടെ ഉള്ളിൽ നിന്നൊന്ന് വികാരമാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പറഞ്ഞ എല്ലാത്തിനും ഒരു 2 വശം ഉണ്ടല്ലോ. ഇന്നിപ്പോ ഈ പറയുന്ന അനുവിന്റെ അമ്മയ്ക്ക് വിളിക്കുന്ന ഒരു പരാമർശം, ഇതെല്ലാം ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം കഴിഞ്ഞ സീസണിലും അനുവിനെ ക്രൂശിക്കപ്പെടുന്നതായിട്ട് കണ്ടു. അവരുടെ ഭാഗത്തുള്ള തെറ്റുകളെ ഒന്നും തന്നെ വ്യക്തമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നതായിട്ടും കണ്ടില്ല. പാർഷ്വാലിറ്റി വേണ്ട. ഈ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്ന ഒരുപാട് പേർക്കും ഇവിടെ പാർഷ്വാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വ്യക്തമായിട്ട് ആര്യനും തെറ്റ് ചെയ്തിട്ടുണ്ട്, അനുമോളും തെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേർക്കെതിരെയും കൃത്യവും സത്യസന്ധവുമായിട്ടുള്ള ആക്ഷൻ എടുക്കണം. കാരണം ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ ചെന്നിട്ട് ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പുറത്ത് ഈ പറയുന്നവർക്ക് എല്ലാവർക്കും ജീവിതമുണ്ട്, ഒരു കുടുംബമുണ്ട്, അത് എല്ലാവരും കാണുന്നതാണ്. ഇവിടെ എല്ലാവർക്കും എല്ലാവരുടെ സ്പേസും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അവർക്ക് പരസ്പര സമ്മതത്തോടുകൂടി അവരുടെ ഇഷ്ടത്തിനായിരിക്കുമല്ലോ അവിടെ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും അത് കണ്ടില്ല. പുതപ്പിനിടയിൽ മൂടുന്നതായിട്ടും കുറച്ച് ക്ലിപ്പുകളിലൂടെ കാണാൻ കഴിഞ്ഞതായിട്ട് അവരുടെ ഒരു കോൺവെർസേഷൻ എന്താണെന്ന് പോലും ഒരു വിസിബിൾ അല്ല. നമുക്ക് പ്രേക്ഷകൻ ആ ഒരു സാധനം വിസിബിൾ അല്ല. ഇവിടെ പലരും അത് ജഡ്ജ് ചെയ്യുന്നുണ്ട്, പലരും പല രീതിയിലുള്ള ട്രോളുകളൊക്കെ അതുവഴി ഇറക്കി വിടുന്നുണ്ട്. തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ നിൽക്കരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ ക്ലിപ്പുകൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് പോലും കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് ആഡ് ഓൺ ചെയ്ത് വരുന്ന പരിപാടികളുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ അവരുടെ രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള മെമ്മീസ് ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയും ട്രോളും ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയേറെ വീക്കായിട്ടൊരു സ്വാധീനം ചെലുത്തുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം ഈ ആര്യൻ എന്ന് പറയുന്നത് ഒരു 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവൻ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളായിക്കോട്ടെ, അവന്റെ ക്യാരക്ടർ എന്ത് തന്നെ ആയിക്കോട്ടെ, അവന്റെ ആ ഒരു നിലപാടുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഒരു വ്യക്തിയെ പബ്ലിക്കലി തേജോവധം ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഒരു ജിസേൽ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ട്. അവരൊക്കെ ഒരുപാട് ലൈവ് സ്ട്രീമിൽ തിളങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ബിഗ് ബോസിലേക്ക് വരുന്നത് തന്നെ അവർക്ക് ഒന്നും കൂടി ലൈവായിട്ട് ആളുകളുടെ ഇടയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിനെയും കരിയറിനെയൊക്കെ ഒരുപാട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് വളരെ അവരോട് എന്താ പറയുക, ആ ഒരു പരിപാടി, ആ ഒരു ടോക്ക് വന്നപ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബിഗ് ബോസ് ഒരു നിയന്ത്രണം കൊണ്ടുവരണമായിരുന്നു. കാരണം ഇത് നിങ്ങൾക്ക് എഡിറ്റഡ് വെർഷനാണ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പുറത്തു വിടുന്നില്ല. അതിന്റെ ഒരു കാര്യമായിട്ട് ഇതിനെ ഒഴിവാക്കാമായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇന്റേണലി ഈ ഒരു വിഷയം സോൾവ് ചെയ്യാവുന്ന ഒരു കാര്യത്തെ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പബ്ലിക്കിൽ ഓൾറെഡി ഇതൊരു ടോക്കായിട്ട് നിൽക്കുന്ന വിഷയത്തെ ഒന്നും കൂടി തീപ്പൊരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ വിഷയം തീരില്ല, ആളിക്കത്തുക തന്നെ ചെയ്യും. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എത്തുന്നത് വരെ ഈ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. വരാൻ പോകുന്ന ദിവസത്തെ കാഴ്ചകൾ കാണാം. മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.